ഗുഡ് വിവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് വീണ്ടും ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിവ്യയുടെ അണ്ടർആം റോളോൺസിനെ കുറിച്ചിട്ടാണ്. 2 ടൈപ്പ് ഓഫ് റോളോൺസ് ആണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സ്പെഷ്യലി ഫോർ ഡ്രൈ സ്കിന്നിനും, ഒന്ന് സ്പെഷ്യലി ഫോർ നാച്ചുറൽ അല്ലെങ്കിൽ ഓയിലി സ്കിന്നിനുമുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിവ്യയുടെ തന്നെ 2 ബ്രാൻഡ്സ്, 2 തരത്തിലുള്ള അണ്ടർആം ക്രീംസ് ആണ്, റോളോൺസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് റിവ്യൂവിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നിവ്യേൻ്റെ ഫ്രഷ് നാച്ചുറൽ എന്ന് പറഞ്ഞ ഡിയോഡ്രൻ്റ് ആണ്. ഇൻഫി ഫ്രഷ് എന്നാണ് ഇതിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 48 അവേഴ്സ് പ്രൊട്ടക്ഷൻ ആണ്, ആൽക്കഹോൾ 0% ആണ് എന്ന് പറയുന്നുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ഫ്രഷ്നെസ് ആണ് എന്നാണ് പറയുന്നത്. ഇതൊരു ചില്ലിൻ്റെ ബോട്ടിലാണ് ഈ ഒരു റോളോൺ വരുന്നത്. പിന്നെ എന്താ പറയുക, സീ ത്രൂ കൈൻഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എത്രമാത്രം പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 215 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള റോളോൺ ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉള്ളത്. റോളോൺസ് ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ നിങ്ങൾക്ക് റബ്ബ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ റബ്ബ് ചെയ്ത് കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ, ഇത് നമ്മൾ അണ്ടർആംസിലാണ് റബ്ബ് ചെയ്യേണ്ടത്. നല്ലൊരു അടിപൊളി റിഫ്രഷിങ് സ്മെല്ലാണ്. ഇതൊരു നല്ലൊരു അണ്ടർആം ഡിയോഡ്രൻ്റ് ആണ്. നല്ലൊരു റോളോൺ തന്നെയാണ്. ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരുപാട് ബ്രാൻഡിൻ്റെ അണ്ടർആംസ് റോളോൺസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ 215 രൂപയാണ് ഈ ഒരു റോളോണിൻ്റെ പ്രൈസ് വരുന്നത്. കാണുന്നുണ്ടല്ലോ, നല്ല റിഫ്രഷിംഗ് ആണ്, നറോഷിംഗ് ആണ്, നല്ല സ്മെല്ലും ആണ്, ലോങ് ലാസ്റ്റിംഗ് സ്മെല്ലും ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അണ്ടർആമിൻ്റെ കാണിച്ചു തരാം. ഇത് നിവ്യയുടെ തന്നെ പേൾ ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഡിയോഡ്രൻ്റ് ആണ്. പേൾ എക്സ്ട്രാക്ട്സ് ആൻഡ് അവക്കാഡോ ഓയിലാണ് ഇതിലുള്ളത്. സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ അണ്ടർആംസ് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 48 അവേഴ്സ് തന്നെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു സീ ത്രൂ കൈൻഡ് ആണെങ്കിൽ കൂടിയും ചില്ലിൻ്റെ ബോട്ടിലാണ്. പക്ഷേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ടെക്സ്ചർ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു ക്രീമി കൈൻഡ് ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. ഇതിന് 249 രൂപയാണ് വരുന്നത്. മറ്റേതിനെ അപേക്ഷിച്ച് പൈസ ഇത്തിരി കൂടുതലാണ്. ഇത് ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഇതാണ് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ടത്. ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും ക്രീമി കൈൻഡ് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓയിലി സ്കിൻ അല്ലെങ്കിൽ നാച്ചുറൽ സ്കിന്നുകാർ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ജെൽ ടൈപ്പ് ആയിട്ടുള്ള എന്താ പറയുക ക്രീമുകളും പ്രൊഡക്ട്സുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് അലോവേറ ജെല്ല് വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്താൽ വളരെ അവരുടെ ഓയിൽ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതേ അലോവേറ ജെല്ല് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവരുടെ സ്കിന്ന് ഡ്രൈ ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും ജെൽ കൈൻഡ് കാറ്റഗറീസ് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യാൻ പാടില്ല. അവർ ക്രീം കൈൻഡ് എന്താ പറയുക ക്രീമുകളാണ് യൂസ് ചെയ്യേണ്ടത്. ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജെൽ കൈൻഡ് കൺസിസ്റ്റൻസിയിലുള്ള പ്രൊഡക്ട്സ് ആണ് ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു മിൽക്കി ടെക്സ്ചറാണ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. റോളോൺ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ റബ്ബിങ് വരുന്നത്. ഇത് കാണുന്നുണ്ടല്ലോ, കണ്ടോ, ഇതിലൊരു ചെറിയൊരു വൈറ്റ് ക്രീം പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആ ഒരു ക്രീമി ടെക്സ്ചർ കാണാൻ സാധിക്കും. കാണുന്നുണ്ടല്ലോ, നല്ലൊരു അടിപൊളി സ്മെല്ലാണ്. രണ്ടിൻ്റെയും സ്മെല്ല് എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഗോ ഫോർ ക്രീമി, പേൾ ആൻഡ് ബ്യൂട്ടി, ആൻഡ് നാച്ചുറൽ അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഫ്രഷ് നാച്ചുറൽ. ഈ 2 എന്താ പറയുക, ഈ 2 ഓപ്ഷൻസ് മാത്രമല്ല നിവ്യയ്ക്കുള്ളത് കേട്ടോ. ഒരുപാട് ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് തന്നെ പേൾ ആൻഡ് ബ്യൂട്ടി അല്ലാതെ തന്നെ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. വേറെയും സ്മെല്ലുകൾ അല്ലെങ്കിൽ വേറെയും ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫ്രഷ് ആൻഡ് നാച്ചുറൽ എന്നല്ലാതെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ വേറെയും സ്മെല്ലുകൾ, ഐ മീൻ പെർഫ്യൂമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ല് ഏതാണ്, ഫ്രാഗ്രൻസ് ഏതാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ വേരിയൻസ് യൂസ് ചെയ്യാൻ സാധിക്കും.
സാധിക്കുന്നതാണ്. പിന്നെ നിവ്യേൻ്റെ ബ്രാൻഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാലങ്ങളായിട്ട് നിവ്യേൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. നിവ്യേൻ്റെ മാത്രമല്ല വേറെ ഒരുപാട് ബ്രാൻഡുകൾ റോൾ-ഓൺസ് അവൈലബിൾ ആണ്. അപ്പോൾ റോൾ-ഓൺസ് നെസസറി ആണോ എന്ന് എല്ലാവരും ചോദിക്കും. റോൾ-ഓൺസ് ശരിക്കും നെസസറി ആണ്. നമ്മൾ സ്പ്രേയോ അല്ലെങ്കിൽ ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ പെർഫ്യൂംസോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെറ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അണ്ടർആംസ് എന്നൊക്കെ വരുന്ന ഒരു സ്മെല്ല് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. മേ ബി നമുക്കത് ഫീൽ ചെയ്യാൻ ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പെർഫ്യൂം യൂസ് ചെയ്തോ അല്ലെങ്കിൽ ബോഡി സ്പ്രേ യൂസ് ചെയ്തോ ഒപ്പം തന്നെ നിങ്ങൾ റോൾ-ഓൺസും യൂസ് ചെയ്യുക, മറക്കാതെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞ പാടെ തന്നെ അണ്ടർആംസിൽ ഇത് അപ്ലൈ ചെയ്യുക. വെറുതെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് കുളി കഴിഞ്ഞ പാടെ തന്നെ അണ്ടർആംസിൽ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പെർഫ്യൂമോ അല്ലെങ്കിൽ ബോഡി സ്പ്രേയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്യും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ സ്മെല്ല് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആ ഒരു വേർപ്പ് നാറ്റം തീരെ ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ആ വേർപ്പ് നാറ്റത്തിൻ്റെ ആ ഒരു കുത്തമണം വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. എന്തായാലും ട്രൈ ഓൺ ചെയ്ത് നോക്കുക. ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു നിവ്യേൻ്റെ ഈ ഒരു പേൾ ആൻഡ് ബ്യൂട്ടിയും ഫ്രഷ് നാച്ചുറലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സും എന്താ പറയുക ഫ്രാഗ്രൻസുമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവർക്ക് ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. അതുപോലെ വേറെ ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിനെക്കാട്ടും നല്ല ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിനെക്കാട്ടും നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ മെൻഷൻ ചെയ്യാം. ഞാനും ട്രൈ ഓൺ ചെയ്തിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.